Students, welcome to our GK class. Today we are going to study Standard 3 GK, page 45, 46 and 47. Okay, so you take your text, page 45. Okay, a green quiz. Jerry is very conscious of his responsibilities towards the environment. He wants to know if you are conscious to pick the best options. Okay. So let us start. Okay. This is page 45. Can you see this? Okay. First one, what is the best way to deal with garbage? Garbage എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്? അതിനാണ് നമ്മൾ ഗാർബേജ് എന്ന് പറയുന്നത്. അപ്പം ഗാർബേജ് എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വേ എന്ന് പറയുന്നത്? റീസൈക്കിൾ ഇറ്റ്. അതായത് ഇത് റീസൈക്കിൾ ചെയ്യുക, ഗാർബേജ് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് വേ. ഓക്കെ. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് യൂസ്ഡ് മിനറൽ വാട്ടർ ബോട്ടിൽസ്? യൂസ് ബോട്ടിൽസ് ദാറ്റ് ക്യാൻ ബി, അതായത് നമുക്കറിയാം നമ്മൾ മിനറൽ വാട്ടർ അല്ലേ വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേന് ആ ബോട്ടിൽ എന്താ ചെയ്യുന്നത്? ത്രോ ഇറ്റ് അവേ അല്ലേ? പക്ഷെ അത് ശരിയാണോ? അല്ല. അതെന്ത് ചെയ്യണം? റീസൈക്കിൾ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് സെക്കൻഡ് വണ്ണിൻ്റെ കറക്റ്റ് ആൻസർ, റീസൈക്കിൾഡ്. ഓക്കെ. തേർഡ് വൺ, വി ഷുഡ് നോട്ട് വേസ്റ്റ് പേപ്പർ ബിക്കോസ് പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം. പേപ്പർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? വാക്സിൽ നിന്നാണോ, പ്ലാസ്റ്റിക്കിൽ നിന്നാണോ, അതോ ട്രീസിൽ നിന്നാണോ പേപ്പർ ഉണ്ടാക്കുന്നത്? പേപ്പർ ഉണ്ടാക്കുന്നത് ട്രീസിൽ നിന്നാണ്. So, we should not waste paper because paper is made from trees. Okay. A ton of recycled paper saves 70 trees. അതായത് ഒരു ടൺ റീസൈക്കിൾഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാം. അതിലൂടെ നമ്മൾ 70 ട്രീസിനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ. We can save trees by using ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ ബി ആണ്, റീസൈക്കിൾഡ് പേപ്പർ അല്ലേ? നമുക്ക് ട്രീസിനെ സേവ് ചെയ്യാം. എങ്ങനെ? നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പേപ്പർ നമ്മൾ റീസൈക്കിൾ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേവ് ട്രീസ്. ഓക്കെ. ഫിഫ്ത്ത് വൺ, വി ഷുഡ് യൂസ് ക്ലോത്ത് നാപ്കിൻസ് ആൻഡ് നോട്ട് പേപ്പർ നാപ്കിൻസ് ബിക്കോസ് നമ്മൾ നാപ്കിൻസ് യൂസ് ചെയ്യുമ്പോഴത്തേന് ക്ലോത്ത് നാപ്കിൻസ് നമ്മൾ യൂസ് ചെയ്താൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ദേ ക്യാൻ ബി വാഷ്ഡ് ആൻഡ് റീയൂസ്ഡ്. വാഷ് ചെയ്യാനും പറ്റും, റീയൂസ് ചെയ്യാനും പറ്റും. സോ ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ സി. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോഡീഗ്രേഡബിൾ ഒബ്ജക്റ്റ്? ഇറ്റ് ഈസ് സംതിങ് that rots naturally. അതായത് ബയോഡീഗ്രേഡബിൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡീകമ്പോസ് നാച്ചുറലായിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേപ്പർ എന്താണ്? അത് ബയോഡീഗ്രേഡബിൾ ആണ് അല്ലേ? നാച്ചുറലായിട്ട് ഡീകമ്പോസ് ചെയ്യും. അതേസമയം പ്ലാസ്റ്റിക് ബയോഡീഗ്രേഡബിൾ ആണോ? അല്ല. മനസ്സിലായോ? നാച്ചുറലായിട്ട് ഡീകമ്പോസ് ചെയ്യത്തില്ല പ്ലാസ്റ്റിക്. ഓക്കെ. സോ biodegradable object, it is something that rots naturally. C ആണ് ആൻസർ. And seventh question, when we do not throw paper, plastic or glass in a dustbin but scatter it around, we call it, A ആണ് ആൻസർ, littering. Okay, seventh one A, option A ആണ് ആൻസർ. Next is a box. Landfills are sites where large amounts of waste materials are dumped and covered with the soil. This is one of the oldest method of
വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓൾഡസ്റ്റ് മെത്തേഡാണ് ലാൻഡ് ഫിൽസ് എന്ന് പറഞ്ഞാൽ. ലാൻഡ് ഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ഫിൽസ് ആർ സൈറ്റ്സ് where large amount of waste materials are dumped and covered with the soil. അതായത് ലാർജ് എമൗണ്ടിൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡംപ് ചെയ്യുന്ന സ്ഥലത്തിനാണ് ലാൻഡ് ഫിൽസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പേജ് 46. E for environment. Okay, can you see this? Okay, first one, which of these children care for the environment? Put a tick for those who do not. Put a tick for those who do not and cross for those who don't. Okay, first one, Saurav bought an ice cream. Kando, he threw the wrapper on the road. അതിന് നമ്മൾ ക്രോസ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ, നേഹ ഈസ് വാച്ചിങ് എ മാച്ച്. ഷീ സ്വിച്ചസ് ഓഫ് ദ TV when her mother calls her for lunch. Okay, second one tick ചെയ്യുക. Third one, Jatin and his friends went for a picnic. They cleaned up the place after the picnic. Third one tick ചെയ്യുക. Fourth one, Sarah likes roses. Every day she plucks a rose from her garden. സറായ്ക്ക് റോസസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ എല്ലാ ദിവസവും അവളുടെ ഗാർഡനിൽ നിന്ന് ഒരു റോസപ്പൂ വെച്ച് എടുക്കും. അത് ശരിയാണോ? അത് ക്രോസ് ചെയ്യുക. ഓക്കെ, ഫിഫ്ത്ത് വൺ, മെഹക് ആൻഡ് ഹെയർ ഫ്രണ്ട്സ് tear pages from their notebook and make aeroplane. ശരിയാണോ? നോട്ട്ബുക്കിലെ പേപ്പർ വെച്ച് എയറോപ്ലെയിൻ ഉണ്ടാക്കുന്നത് ശരിയാണോ? അതും ക്രോസ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് വൺ, സ്വീറ്റി ആൻഡ് ഹെയർ യങ്ങർ ബ്രദർ റാം. ഓക്കെ, റാം pour the leftover water in their water bottles into the rose plant at home. അത് ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് സേവ് ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, നിയർലി 63,000 square miles of the world rainforests are being destroyed each year. അതായത് ഓരോ വർഷവും 63,000 സ്ക്വയർ മൈൽസ് ആണ് നമ്മുടെ ഈ ലോകത്തിലെ റെയിൻ ഫോറസ്റ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൻ ഫോറസ്റ്റിനെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പേജ് 47, ഫസ്റ്റ് വൺ, വെൻ ഈസ് എർത്ത് ഡേ സെലിബ്രേറ്റഡ്? എർത്ത് ഡേ എന്നാണ് 22 ഏപ്രിൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദീസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു റീസൈക്കിൾ? റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്താണ് അതിനകത്ത്? ഓപ്ഷൻ എ ആണ്, പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ന്യൂസ് പേപ്പർ റീസൈക്കിൾ ചെയ്യാം, ഗ്ലാസ് ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്യാം, പക്ഷെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, തേർഡ് വൺ, വാട്ട് ഡസ് ദ സിംബൽ സ്റ്റാൻഡ് ഫോർ? ഒരു സിംബൽ കൊടുത്തിരിക്കുന്നതുണ്ടോ? ആ സിംബൽ നമ്മൾ പല പ്രോഡക്ട്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാണാൻ പറ്റും. അതെന്താണ്? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. തേർഡ് വൺ ഓപ്ഷൻ ബി ആണ് ആൻസർ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഓക്കെ, ഫോർത്ത് വൺ, വിച്ച് ഈസ് ദ പ്ലേസ് വെയർ ആനിമൽസ് ക്യാൻ ലീവ് സേഫ്ലി ആൻഡ് നാച്ചുറലി?
ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സാഞ്ചുറി. ഓക്കെ. ഫിഫ്ത്ത് വൺ, turning waste products into new product or materials is called. Fifth one is recycling, option C. And sixth question, the water used for washing vegetables and fruits can be collected and reused for നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? വാട്ടറിങ് പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സിന് നനച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, സിക്സ്ത് വണ്ണിൻ്റെ. ഓക്കെ. നെക്സ്റ്റ് ഈസ് സെവൻത് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് എ ഷോപ്പിംഗ് ബാഗ് ഈസ് മോസ്റ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ബാഗ് ഏതാണ്? പ്ലാസ്റ്റിക്കിൻ്റെ ആണോ, പേപ്പറിൻ്റെ ആണോ, അതോ ക്ലോത്ത് കൊണ്ടുള്ളതാണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്ലോത്ത് കൊണ്ടുള്ള ഷോപ്പിംഗ് ബാഗാണ് മോസ്റ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഓക്കെ. എയ്ത്ത് വൺ, വിച്ച് ഓഫ് ദീസ് ആനിമൽസ് ഈസ് നോട്ട് എൻഡേഞ്ചേർഡ്? എൻഡേഞ്ചേർഡ് അല്ലാത്ത ആനിമൽ ഏതാണ്? കൗ ആണ്, ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ദ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാണ്? 5th June, ഓപ്ഷൻ സി. ഓക്കെ. So this much for today. You study well. We will meet in the next class. Thank you.